ഗുഡ് മോർണിംഗ് മാന്യ പ്രേക്ഷകരെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്യാസിന്റെ ബന്ധപ്പെട്ട ഫാക്ട്സ്, ഗ്യാസ് ലോസ്, എവറിത്തിങ് വി ആർ ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ആ ഒരു ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ചാൾസ് ലോ കഴിഞ്ഞ തവണ എഡിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്തോ മിസ്സിങ് ആയിപ്പോയി. നമ്മൾ പിന്നെയാണ് ശ്രദ്ധിച്ചത്. സോ അതിന് സോറി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ആ ക്ലാസ് നമ്മൾ ഇപ്പൊ പറയുന്നതായിരിക്കും. ചാൾസ് നിയമം പറയുന്നത് മർദ്ദം സ്ഥിരമായിട്ടിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് താപനില കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു എന്നുള്ളതാണ് ചാൾസ് നിയമം. ഇത് കണ്ടുപിടിച്ചത് ചാൾസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ജാക്വസ് ചാൾസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. പിൽക്കാലത്ത് ഈ വാതക നിയമം അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു. അതായത് ചാൾസ് നിയമം എന്ന്. അതായത് മർദ്ദം സ്ഥിരമായിട്ടിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. ബി പ്രൊപ്പോർഷണൽ ടു ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഉദാഹരണമായിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിലത്ത് ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബലൂൺ അല്പനേരം കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു. ഉത്സവപ്പറമ്പുകളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. PSC ഇത് തന്നെയാണ് ചോദിച്ചത്. അതായത് വെയിലത്ത് ഊതി വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബലൂൺ അല്പസമയം കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നു. ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ഉത്തരം ചാൾസ് നിയമം, ചാൾസ് ലോ ആണ്. ഇനി വളരെ കുറഞ്ഞൊരു ഭാഗം കൂടി നമുക്ക് പറയാനുണ്ട്, ചെറിയൊരു സെക്ഷൻ. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതൊന്നുമല്ല, ഈ 3 ഇക്വേഷൻ, അതായത് ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഈ 3 നിയമങ്ങളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംയോജിത വാതക സമവാക്യം, ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഏത് എന്നൊരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. PV = nRT ആണ്. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് നോട്ട്സിൽ, അതായത് ഈ വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ നോട്ട്സ് തരും. അതിൽ കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ജനറൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. 8.314 ആണ് അതിൻ്റെ വാല്യൂ. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യണം. സോ ഇതിൻ്റെ എൻഡ് വരെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. വാതക നിയമങ്ങൾ, ഇതിൽ ചാൾസ് നിയമം ഇത് കൊണ്ടുവന്നത് ജാക്വസ് ചാൾസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഒരു നിശ്ചിത മർദ്ദത്തിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം, അതായത് V താപനിലയ്ക്ക്, അതായത് T നേരനുപാതത്തിലായിരിക്കും. അതായത് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്നാണ് മാത്തമാറ്റിക്കൽ ഫോം. ഇതിൽ V എന്ന് പറയുന്നത് വ്യാപ്തവും T എന്ന് പറയുന്നത് താപനിലയുമാണ്. ഇതാണ് ചാൾസ് നിയമം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് സംയോജിത വാതക സമവാക്യം അഥവാ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച 3 വാതക നിയമങ്ങൾ യോജിപ്പിച്ചിട്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അതായത് ചാൾസ് നിയമം, ബോയിൽ നിയമം, അവഗാഡ്രോ നിയമം. നമുക്കറിയാം ചാൾസ് നിയമപ്രകാരം V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T, അത് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കുക. ബോയിൽ നിയമപ്രകാരം V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു P, അത് ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കുക. അതുതന്നെ നമുക്ക് V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് പറയാം, തെറ്റില്ല. അവഗാഡ്രോ നിയമപ്രകാരം V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ലെറ്റർ n, അതായത് നമ്പർ ഓഫ് മോൾസ്, അത് ഇക്വേഷൻ നമ്പർ 3 എന്നെടുക്കുക. ഈ 3 ഇക്വേഷനും യോജിപ്പിക്കാൻ, കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തുല്യമാണ്, V ആണ്. അപ്പോൾ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n × T × 1/P എന്ന് കിട്ടും. ഇനി ഇക്വാലിറ്റി സൈൻ കൊണ്ടുവരുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് V = ആ കോൺസ്റ്റൻറ്റ് R ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. R × n × T/P എന്ന് കിട്ടും. P വിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ലഭിക്കുന്നതാണ്. ഈ ഇക്വേഷനാണ് സംയോജിത വാതക സമവാക്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ വാല്യൂ 8.314 × J/Kelvin/mol എന്നാണ്. ജൂൾ എന്ന് പറയുമ്പോൾ Rൻ്റെ യൂണിറ്റാണ്, മോള് നമ്പർ ഓഫ് മോൾസിൻ്റെയും T യൂണിറ്റാണ് കെൽവിൻ. അങ്ങനെയാണ് J/Kelvin/mol എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഈ PV = nRT ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. ഈ പുതുവത്സര പുലരി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷവും സമാധാനവും നൽകുന്നതായിരിക്കട്ടെ, ആയി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി CHEMFRND ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വൈകാതെ തന്നെ കണ്ടുമുട്ടാം.